ടെറസിൽ കൃഷി ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവുമല്ലേ? പക്ഷേ തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ ചെടികളൊക്കെ അങ്ങോട്ട് നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ എത്ര തന്നെ വളം കൊടുത്തിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കേൾക്കാം. പക്ഷേ സത്യത്തിൽ ടെറസ് കൃഷി വിജയിക്കാനായിട്ട് അധികം രഹസ്യങ്ങളൊന്നുമില്ല കേട്ടോ. തുടക്കത്തിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ടെറസ് കൃഷി കൊണ്ടുപോകാൻ കഴിയും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ടെറസിലെ കൃഷി രീതിയാണ്. അപ്പോൾ ടെറസ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ ഈ ഒരു ടെറസ് ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഷീറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. എങ്കിലും എൻ്റെ ചെടികളൊക്കെ നോക്കി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ചെടികളെ പരിചരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ടെറസിൻ്റെ സുരക്ഷയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് ചെടിച്ചട്ടികളും ഗ്രോ ബാഗുകളും ഒരേ ഭാഗത്ത് തന്നെ നമ്മൾ കൂട്ടിയിടരുത്. അതായത് ഒരേപോലെ ഭാരം വരുത്തരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രെയിനേജ് ആണ്. നമ്മളുടെ ടെറസിലെ വെള്ളം നല്ല രീതിക്ക് തന്നെ കെട്ടി നിൽക്കാതെ ഒഴുകി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ ഇപ്പോൾ ഷീറ്റ് ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഷീറ്റ് ഇല്ലാത്തടത്ത് ഇതേപോലെ വെള്ളം നല്ലപോലെ ഒഴുകി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പലപ്പോഴും നമ്മളുടെ ചെടികളിലെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീണ് ആ ഹോൾസ് ഒക്കെ ഒന്ന് അടഞ്ഞു പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഇനി ഷീറ്റ് ഇട്ട സ്ഥലത്താണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ ഒരു ഷീറ്റ് വർക്ക് നോക്കി, കംപ്ലീറ്റ്ലി നമ്മളുടെ ടെറസിൽ നിന്നും പുറത്തേക്ക് നീക്കിയാണ് ഷീറ്റ് ഇട്ടിരിക്കുന്നത്. എങ്കിലും എൻ്റെ ചെടികൾ നല്ല രീതിക്ക് തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ബൊഗെയിൻവില്ല ആണെങ്കിലും പച്ചമുളകാണെങ്കിലും നല്ല രീതിക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെടികൾ വെച്ചിരിക്കുന്ന ഒരു രീതി നോക്കി, എല്ലാത്തിൻ്റെയും സൈഡിലേക്കായിട്ടാണ് വെക്കുന്നത്. അതായത് എവിടെയാണോ വെയിൽ കിട്ടുന്നത് ആ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നത് മഴക്കാലത്ത് നമ്മളുടെ ചെടികൾക്കൊരു ആശ്വാസമാണെങ്കിലും കറക്റ്റായിട്ട് വെയിലും കൂടി കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം വെള്ളം പോലെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണല്ലോ വെയിലും. ചിലപ്പോഴെങ്കിലും നല്ല രീതിക്ക് വെളിച്ചം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ചെടികൾ മുരടിച്ചു പോകുന്നതായിട്ട് കാണാം. നോക്കിയേ, എൻ്റെ നിശാഗന്ധിയുടെ മുട്ടുകൾ കണ്ടോ? ഈ ഒരു സ്പേസിലിരിക്കുമ്പോഴും എന്ത് ഭംഗിക്കായിട്ടാണ് മുട്ടുകളൊക്കെ ഉണ്ടാവുന്നതെന്ന് നോക്കിക്കേ. ഓരോ ചെടിയുടെയും ആവശ്യം വ്യത്യസ്തമാണ്. ചില ചെടികൾക്ക് നല്ല രീതിക്ക് വെയിൽ കിട്ടണം, ചില ചെടികൾക്ക് ഒരു വെട്ടം മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചെടികൾ അറേഞ്ച് ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു സൈഡിൽ ബൊഗെയിൻവില്ലാസാണ് കംപ്ലീറ്റ്ലി വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഭാഗം ആ ഒരു സൈഡാണ്. അതുകൊണ്ട് ആ ഒരു സൈഡ് കംപ്ലീറ്റ്ലി ബൊഗെയിൻവില്ലയും അത് കഴിഞ്ഞിട്ട് റോസസും ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന വളം. നമ്മൾ ചെടികൾ വെറും മണ്ണിലല്ലല്ലോ നട്ടുവെക്കുന്നതല്ലേ. അതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള കമ്പോസ്റ്റ്, ചാണകവളം, ചകിരിച്ചോറ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ മണ്ണൊരുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ഈ ഒരു ഗാർഡനിൽ കംപ്ലീറ്റ് ചെടികളും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതിനുള്ള കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബയോബിൻ വളമാണ്. മണ്ണ് വളരെ കുറച്ച് മാത്രമാണ് എൻ്റെ പോട്ടി മിക്സിൽ ഉണ്ടാവുകയുള്ളൂ. കൂടുതലും ബയോബിൻ വളമായതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ചെടിച്ചട്ടികൾ. താഴെ നിന്നും മുകളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എനിക്ക് തന്നെ എടുത്തുകൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്, നമ്മളുടെ ടെറസിനും നല്ലതാണ്. ചെടികൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഡ്രൈനേജ് ഹോളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പൊയ്ക്കോളും. ഷീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരാറില്ല കേട്ടോ. വേനൽക്കാലത്താണ് ഞാൻ ഡെയിലി നനച്ചു കൊടുക്കുന്നത്. മഴക്കാലത്താണെങ്കിൽ ഒന്നിടവിട്ടാണ് ഞാൻ നനച്ചു കൊടുക്കുന്നത്. അത് വളരെ കുറച്ച് മാത്രം വെള്ളം കൊടുക്കാറുള്ളൂ കേട്ടോ. താഴത്തേക്ക് വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല. എൻ്റെ ചെടിച്ചട്ടികൾ കണ്ടില്ലേ, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുത്ത് തന്നെ ഉണ്ടാവുന്നതാണ് നല്ലത്.
ബയോബിൻ വളം ഞാൻ ആദ്യം വർക്ക് ഏരിയയിലാണ് വെച്ചിരുന്നത്, ഇപ്പോൾ ടെറസിന് മുകളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാകുമ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളമെടുത്ത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. ഇതാണ് ബയോബിൻ്റെ താഴെ വരുന്ന പച്ചക്കറി വേസ്റ്റിൽ നിന്നും വരുന്ന സ്ലറി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതാണ് കേട്ടോ, അതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ആകുമ്പോഴേ ഇത് നിറയുള്ളൂ. അപ്പോഴത്തേനും ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന അടുത്തൊരു വളമെന്ന് പറയുന്നത് ഇതേപോലെ സ്ലറിയും പുളിപ്പിച്ച കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ല രീതിക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടെന്ന് നോക്കിയേ. നമ്മൾ നട്ടു കൊടുക്കുന്ന ഓരോ ചെടികൾക്കും. പൂച്ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ് ഞാൻ NPK വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ കൊടുക്കുന്ന കൂടുതൽ വളം എന്ന് പറയുന്നത് ഈ ഒരു ബയോബിനിൽ ഉണ്ടാവുന്ന വളം തന്നെയാണ് കേട്ടോ. അതേപോലെ വളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള വളം മാത്രം നമ്മളുടെ ചെടികൾക്ക് കൊടുത്താൽ മതി. ഒരുപാട് വളം കൊടുത്താലും ചെടികൾ നശിച്ചു പോകും കേട്ടോ. അതേപോലെ തന്നെ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. എങ്കിലും ഞാൻ എല്ലാ ദിവസവും എൻ്റെ ചെടികളെ ഒന്ന് കാണാനായിട്ട് മുകളിലേക്ക് കയറും കേട്ടോ. അതേപോലെ ചെടികളെല്ലാം തന്നെ കൂട്ടി വെക്കാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കാരണം അടുത്ത് വെച്ച് കഴിഞ്ഞാൽ വായുസഞ്ചാരം കുറയും, അതോടുകൂടി തന്നെ ഫംഗസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാൻ ഈ ഒരു ഡ്രമ്മിലാണ് കേട്ടോ വേപ്പിൻ തൈ നട്ടു വെച്ചിരിക്കുന്നത്. ചെറിയ തൈയായിരുന്നേ, ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ അടുത്തൊരു കാര്യമാണ് ഇലകൾ മഞ്ഞ കളർ ആകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ തന്നെ ആ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അതേപോലെ ചില ചെടികൾക്ക് സപ്പോർട്ട് ആവശ്യമാണല്ലേ. ചില ചെടികൾ ഒറ്റയ്ക്ക് നിൽക്കില്ല, ഇതേപോലെ സപ്പോർട്ടോടു കൂടി നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ കണ്ടെത്തി അതിന് സപ്പോർട്ട് കൊടുക്കാം. എൻ്റെ നിശാഗന്ധിക്കും ഇതേപോലെ കയറൊക്കെ കെട്ടി ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം നിശാഗന്ധി അങ്ങനെയാണല്ലോ വളരുന്നത്. അതേപോലെ ഡ്രം ആണെങ്കിലും നിറച്ച് മണ്ണൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ബയോബിൻ വളം ഓരോ ടൈമിനനുസരിച്ച് ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. ബയോബിൻ വളം കൂടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഡ്രം ആണെങ്കിലും ചെടിച്ചട്ടി ആണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്ക് വളരെ ഗുണകരമാണ് ഈ ഒരു ബയോബിൻ വളം. പിന്നെ അടുത്തതായിട്ട് ആവശ്യമില്ലാത്ത ഇതേപോലെയുള്ള ചെറിയ ചെടികളൊക്കെ അങ്ങോട്ട് പറിച്ചു കളയുക. ഇവിടെ ഏറ്റവും കൂടുതൽ വെറുതെ കിടന്ന് മുളക്കുന്നതാണ് കേട്ടോ ഈ ഒരു കപ്പത്തൈ. അപ്പോൾ ആവശ്യമില്ലാത്ത ചെടികൾ അങ്ങോട്ട് പറിച്ചു കളഞ്ഞേക്കുക. ഒരു ദിവസത്തിൽ ഒരു 5-10 മിനിറ്റൊക്കെ നമ്മൾക്ക് ഈ ഒരു ചെടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അത് ചെടികൾക്ക് നല്ലതാണ്, നമ്മളുടെ മനസ്സിന് ഒരു സന്തോഷം തരുന്ന ഒന്നാണല്ലേ. പുതിയ പൂക്കൾ ഉണ്ടാവുമ്പോഴോ അതേപോലെ പുതിയ കായ ഉണ്ടാവുമ്പോഴൊക്കെ അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. അതേപോലെ ടെറസിന് മുകളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളിൽ നിന്ന് നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒന്നാണ് ഈ ഒരു ഗാർഡനിങ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് നമ്മളുടെ ഗാർഡൻ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടാണ്ട് അതിനോടൊരു ഇഷ്ടവും കൂടി വേണം. എന്നോട് പലരും ചോദിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും കൂടി എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന്. അത് ഒരു വീട്ടമ്മ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഞാൻ ജോലിക്ക് പോകുന്ന ടൈമിലും ഈ ഒരു ഗാർഡൻ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, നമുക്കുണ്ടാവുന്ന താല്പര്യം. നമുക്ക് താല്പര്യമുണ്ടെങ്കിലാണ് നമ്മൾക്കൊരു ഗാർഡൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഗാർഡൻ മാത്രമല്ല എന്ത് കാര്യമാണെങ്കിലും അല്ലേ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇതേപോലെ പച്ചക്കറികൾ നട്ടു വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കോട്ടോ. അതേപോലെ തന്നെ ബയോബിനിൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒന്നാണ് കേട്ടോ ഇനോക്കുലം. ഈ ഒരു ബക്കറ്റിലുള്ളതാണ്. അപ്പോൾ ഇതും ഞാൻ ടെറസിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതേപോലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വളവും ഇതേ ഒരു ബക്കറ്റിൽ തന്നെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു രണ്ടാമത്തെ ലോകമാണ് കേട്ടോ. അതായത് കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ടെറസിന് മുകളിലാണ്. അതേപോലെ നമ്മളുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ ടെറസിന് മുകളിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിനും നമ്മൾക്ക് താഴത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. എൻ്റെ ഈ ഒരു ടെറസ് ഗാർഡൻ 2ാം നിലയുടെ മുകളിലാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ ഐറ്റംസും ഞാനിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെടികൾ വളർത്തുന്ന ഒരു രീതിയും എൻ്റെ ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്.
വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.